എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പി തന്നെയാണേ. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. അടുപ്പത്തേക്ക് ഞാൻ ആദ്യം തന്നെ ഒരു പാത്രം വെച്ചു. ഇതിൽ ഞാൻ ശർക്കര ഇട്ട് കൊടുക്കുകയാണേ. ആദ്യം നമുക്ക് ശർക്കര ഉരുക്കി ഇതിനെ ഒന്ന് അരിച്ചെടുക്കണേ. ഞാനിപ്പം 2 കപ്പ് മാവിന് അനുസരിച്ചുള്ള പൊടിക്കനുസരിച്ചുള്ള ശർക്കരയാണ് എടുക്കുന്നത്. നമ്മുടെ മധുരത്തിന് എന്തുമാത്രം ശർക്കര വേണോ അതിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പം ഈ ഒരു 5 കഷ്ണം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതിനെ ഉരുക്കിയെടുക്കാം. എപ്പോഴും ശർക്കര മേടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്തെടുക്കുന്നതന്നെയാണ് നല്ലത് കേട്ടോ. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ശർക്കര ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയൊന്ന് വെള്ളത്തിൽ അലിയിച്ച് ഉരുക്കിയെടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഒരുപാട് പൊടികളും അഴുക്കുകളും ഒക്കെ ചിലപ്പോൾ ശർക്കരയ്ക്കകത്ത് കാണും. എല്ലാത്തിനകത്തും അങ്ങനെ ഉണ്ടെന്നല്ല, പക്ഷേ മിക്കവാറും ശർക്കരയൊക്കെ മേടിക്കുമ്പോൾ അതിനകത്ത് അഴുക്കുകളൊക്കെ കാണും. അതൊക്കെ പോകണമെങ്കിൽ നമ്മൾ ഇങ്ങനെയൊന്ന് ഉരുക്കി അതിനെ അരിച്ചെടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഞാൻ മിക്കവാറും ശർക്കര എടുക്കുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പം കണ്ടോ, ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. ഒട്ടും ശർക്കരയുടെ കഷ്ണങ്ങൾ അതിനകത്തില്ല. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഒട്ടും ഒരു ഒറ്റനൂൽ പരുവ് ഒന്നും ആകേണ്ട കാര്യമില്ല കേട്ടോ. ഇത് ഉരുകി വന്നാൽ മാത്രം മതി. എന്നിട്ട് ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഇതിനെ അരിച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് ഞാൻ പാത്രത്തിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്നാക്സ് റെസിപ്പി ഗോതമ്പ് പൊടിക്കകത്തും ചെയ്യാം, മൈദപ്പൊടിക്കകത്തും ചെയ്യാം. പക്ഷെ ഞാൻ മൈദയേക്കാളും കൂടുതൽ പ്രിഫർ ചെയ്തത് ഗോതമ്പ് തന്നെയാണ്. മൈദ എടുക്കുമ്പം ഒന്നുകൂടെ കാണാനൊരു ലുക്ക് വരും കേട്ടോ. അതാണ്. പിന്നെ കുറച്ച് പേർക്ക് മൈദയുടെ ടേസ്റ്റാണ് ഗോതമ്പിനേക്കാളും ഇഷ്ടം. അങ്ങനെയുള്ളവരാണെങ്കിൽ മൈദ തന്നെ എടുക്കുന്നതാണ് നല്ലത്. ഞാൻ പക്ഷേ ഇപ്പം ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ റവയാണ്. 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് 3 ടേബിൾ സ്പൂൺ റവ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിനിയും ചേർത്ത് കൊടുക്കേണ്ടത് 3 ടേബിൾ സ്പൂൺ നെയ്യാണ്. അല്ലെങ്കിൽ ഉരുക്കിയ ബട്ടറാണെങ്കിലും ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. മാവ് ഇങ്ങനെ യോജിപ്പിച്ചെടുക്കുമ്പം നമുക്കിങ്ങനെ കൈവച്ച് പിടിച്ചാൽ ഇതൊന്ന് കട്ടയായിട്ട് നിൽക്കത്തക്ക രീതിയിൽ യോജിപ്പിച്ചെടുക്കണേ. മാവ് ഇപ്പം നനഞ്ഞ് വന്നേക്കുന്നുണ്ടോ. ഈ ഒരു രീതിക്ക് തന്നെ ഇതിനെ നമുക്കൊന്ന് നനച്ചെടുക്കണം. നെയ്യ് വെച്ച് തന്നെയായി ചെയ്തിരിക്കുന്നത് ഉണ്ടോ. ഇങ്ങനെ ഒന്ന് പിടിച്ചു വരുമ്പോൾ മാവ് ഇങ്ങനെ നിൽക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇപ്പം തണുത്തിട്ടുണ്ട്. അത് അരിച്ച് ഇതിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്ത് നമ്മൾ ചപ്പാത്തിക്ക് മാവൊക്കെ കുഴച്ചെടുക്കത്തില്ലേ, അതുപോലെ തന്നെ മാവ് നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ്. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ട് തന്നെ മാവ് കുഴച്ചെടുക്കുക. മാവ് ഞാനിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല മയത്തിൽ തന്നെ ഇതിനെ കുഴച്ചെടുക്കണം. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു രീതിക്ക് തന്നെ മാവിരിക്കണം. നല്ല സ്മൂത്തായിട്ട് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കുക. ഞാൻ പറഞ്ഞില്ല, ചപ്പാത്തി മാവ് നമ്മൾ എങ്ങനെയാണോ തയ്യാറാക്കി എടുക്കുന്നത് അതുപോലെ തന്നെ ഇതിനെ തയ്യാറാക്കി എടുക്കുക. എന്നാൽ കയ്യിലൊട്ട് ഒട്ടിപ്പിടിക്കത്തുമില്ല. കണ്ടോ, ഞാൻ അത്രയും കുഴച്ച് തരട്ടെ. നമ്മുടെ കയ്യിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഇതിനെ കുഴച്ചെടുക്കുക. എന്നിട്ട് ഒരു 30 മിനിറ്റ് നേരം ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ്. ഇപ്പം 30 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് മാവ് കറക്റ്റ് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ എടുക്കുന്ന സമയത്ത് മാവ് കുറച്ച് കട്ടിയായിട്ട് നമുക്ക് തോന്നുവാണ് എങ്കിൽ, അല്ലെങ്കിൽ മാവ് നമ്മളിങ്ങനെ ഉരുട്ടുമ്പം പൊട്ടി വരുവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ ശർക്കരപ്പാനി ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് അതിനെ യോജിപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടത്തക്ക വിധം നമ്മളൊന്ന് കുഴച്ചെടുക്കണേ.
എന്നിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ പലകയിൽ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ പരത്തിയെടുക്കാവുന്നതാണ്. പക്ഷേ ചപ്പാത്തിയേക്കാളും കുറച്ച് നല്ല കനത്തിൽ വേണം പരത്തിയെടുക്കാൻ. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതിനെ മുറിച്ചെടുക്കണം. നമ്മൾ ഡയമണ്ട് കട്ട്സ് ഒക്കെ ചെയ്യത്തില്ലേ, ആ സെയിം രീതി തന്നെ. ഞാനിപ്പം ചതുര കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയും ചെയ്യേണ്ടത്, അടുപ്പത്തേക്ക് ഞാൻ ഉരുളിയിലാണ് തയ്യാറാക്കുക. നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് ഫ്രൈ ചെയ്യാൻ പോകുന്ന ആ പാത്രം എടുത്ത് അടുപ്പത്തേക്ക് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് വറുത്തെടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് അങ്ങ് കളർ മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. കളർ ഒന്ന് മാറി വരുമ്പോൾ ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ്. പിന്നെ ഇരിക്കും തോറും അത് ക്രിസ്പി ആയിക്കോളുമേ. ആദ്യം നമുക്ക് ക്രിസ്പി അല്ലെന്ന് തോന്നും, പക്ഷേ പിന്നെ അങ്ങ് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. കണ്ടോ, ഞാൻ വ്യത്യാസം കാണിക്കുക. ഇപ്പം ഞാൻ കാണിച്ച ആ ഒരു കളറുണ്ടോ, ആ രീതിയിലാകുമ്പം മാറ്റണേ. അല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും, അത് ഇച്ചിരി കരിഞ്ഞു പോകും. ഇരിക്കും തോറും ഇതിൻ്റെ കളർ മാറുകയും ചെയ്യും. ഈ രീതിക്ക് വേണം എടുക്കാൻ. അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പി തന്നെയാണ് തയ്യാറായി കിട്ടിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ ഗോതമ്പ് പൊടിക്ക് പകരം മൈദ ഉപയോഗിച്ചാലും മതി. അതുപോലെ തന്നെ എണ്ണ നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെജിറ്റബിൾ ഓയിലോ വെളിച്ചെണ്ണയോ ഏതാണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. ഏതിൻ്റെ ഫ്ലേവറാണോ അതിഷ്ടം അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്തെടുക്കത്തില്ലേ, ആ ഒരു ടേസ്റ്റ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ക്രിസ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.